ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് ചെയ്ത വീഡിയോൻ്റെയൊക്കെ താഴെ വെസിറെക്സിൻ്റെ അപ്ഡേറ്റ് വെച്ചിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. അപ്പം വെസിറെക്സിൻ്റെ കുറച്ച് ദിവസം മുമ്പ് മൊറട്ടോറിയം അപ്രൂവ് ചെയ്തു എന്നുള്ള അപ്ഡേറ്റ് നമ്മൾ ഷെയർ ചെയ്തായിരുന്നു ടെലിഗ്രാമിനകത്ത്. പിന്നെ ഇന്ന് അവരുടെ ഒരു ടൗൺ ഹാൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെറിയ വീഡിയോയിൽ ഒതുക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അധികമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വലിയ കാര്യങ്ങളില്ല, എന്നാലും അവർക്ക് ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിംഗപ്പൂരിൻ്റെ മൊറട്ടോറിയം അപ്രൂവ് ചെയ്തിട്ടുണ്ട്. 4 മാസത്തേക്ക്, ഒരു 6 മാസത്തേക്ക് കൊടുത്തിട്ട് 4 മാസത്തേക്കാണ് മൊറട്ടോറിയം അപ്രൂവ് ചെയ്തത്. സോ ഈ ഒരു മൊറട്ടോറിയം അപ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ വെസിറെക്സ് കുറച്ച് സമയം കിട്ടി, അവർക്ക് കുറച്ച് ടൈം കിട്ടി. ഇതിനിടയിൽ കുറേ കേസസും അതൊന്നും വരില്ല, കാരണം മൊറട്ടോറിയം ആയതുകൊണ്ട് തന്നെ വേറെ വരുന്ന ലീഗൽ ആക്ഷൻസും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരില്ല. സോ അതിന് വേണ്ടിയിട്ടായിരുന്നു അവർ ചെയ്തത്. അതുപോലെ തന്നെ ഒരു 4 മാസത്തേക്ക് അവർക്ക് പറഞ്ഞ ഈ മൊറട്ടോറിയം അപ്രൂവ് ചെയ്തിരുന്നു. അതിന് ആ കുറച്ച് മൊറട്ടോറിയം അപ്രൂവ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്, ഒന്നാമത്തെ വെച്ചാൽ ആ മൊറട്ടോറിയത്തിൽ പറഞ്ഞത് വാലറ്റ് അഡ്രസ്സ് അഫിഡവിറ്റിനകത്ത് അവർ കോർട്ടിനകത്ത് സബ്മിറ്റ് ചെയ്യുന്ന അഫിഡവിറ്റിനകത്ത് വാലറ്റ് അഡ്രസ്സ് എല്ലാം മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂസേഴ്സിൻ്റെ ക്വരീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാതെ, ആൻസർ പറയാതിരിക്കരുത്, റെസ്പോണ്ട് ചെയ്യാതിരിക്കരുത്. അത് കറക്റ്റ് സമയത്ത് ടൈം ടു ടൈം ഡേയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട്സ്, ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയും. കാരണം മൊത്തത്തിൽ എത്രയുണ്ട്, എമൗണ്ട് ഡീറ്റെയിൽസ്, എത്ര ഫണ്ട് ഉണ്ടായിരുന്നു, എത്ര പോയി എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ 6 ആഴ്ചയ്ക്കുള്ളിൽ കംപ്ലീറ്റ് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് ഈ വോട്ടിംഗ്, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മൊറട്ടോറിയത്തിനെ കുറിച്ചുള്ള വോട്ടിംഗ് ഒക്കെ വെസിറെക്സ് പ്ലാറ്റ്ഫോമിനകത്ത് മാത്രമാണ് വന്നത്. സോ അത് നമുക്ക് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ അത് പറ്റില്ല. ഇനി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തിട്ട് അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ വോട്ടിംഗ് എല്ലാം ചെയ്യാൻ പറ്റൂ. അവരുടെ സോഷ്യൽ അങ്ങനെ പറ്റില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം വേണമെന്നാണ് അവർ പറഞ്ഞത്. സോ ഇങ്ങനത്തെ കുറച്ച് നിബന്ധനകളോട് കൂടി 4 മാസത്തേക്ക് മൊറട്ടോറിയം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 4 മാസം എനിവേ അവർക്കൊരു സേഫ് സോണാണ്. മാനേജ്മെൻറ്റിനെ കുറച്ച് സമയം കിട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത്. അതിനുശേഷം പിന്നെ ഒരു അപ്ഡേറ്റ് വന്നത് വെസിറെക്സിൻ്റെ പേജിൽ തന്നെ 2 ദിവസം മുമ്പ്, 2 ദിവസമല്ല, ഒക്ടോബർ 2 ദിവസം മുമ്പ് ഒരു ഇത് വന്നിരുന്നു. ഫോർമേഷൻ ഓഫ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, COC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നിരുന്നു. ആ ഒരു വന്നതിനെ കുറിച്ചായിരുന്നു മെയിൻ ടൗൺ ഹോൾസ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിനാണെന്നുള്ളത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് COC's പർപ്പസ്, എന്തിനാണ് ഈ ഒരു കമ്മിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ, COC will represent creditors and act as a consultative body to provide feedback on the restructuring process. അതായത് എങ്ങനെയൊക്കെയാണ് ഇപ്പം ഈ മൊറട്ടോറിയം എന്തിനാണെന്ന് വെച്ചാൽ റീസ്ട്രക്ചറിങ് പ്ലാൻ ചെയ്യാനും അതുവരെ കേസൊന്നും ഇല്ലാതിരിക്കാനും എങ്ങനെയാണ് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് ഓൾറെഡി മൊറട്ടോറിയം വന്നതിന് ശേഷം ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയിലുള്ള എല്ലാവരും ഡിസ്കസ് ചെയ്തതിന് ശേഷം ആയിരിക്കും ഈ റീസ്ട്രക്ചറിങ്, ഇങ്ങനെ കൊടുക്കാം, ഇത്ര കൊടുക്കാം, ഇങ്ങനെ ശതമാനം കൊടുക്കാം എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം എന്നാണ് പറയണത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കമ്മ്യൂണിറ്റി അത്രയ്ക്ക് ഹാപ്പി അല്ല. കാരണം എങ്ങനെയാണ് ഈ COC കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സിനെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ആൾക്കാരല്ല. അപ്പം ഇന്ന് ടൗൺ ഹാളിൽ ഒരാൾ ചോദിച്ചിരുന്നു, ഇപ്പം നമുക്ക് അറിയുന്ന കുറച്ച് പേര്, നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള ക്രിപ്റ്റോ ഇന്ത്യ പോലുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ മെമ്പർ ആക്കൂ എന്ന് പറഞ്ഞപ്പം നിശ്ചൽ ശെട്ടി പറഞ്ഞു അങ്ങനെ ആക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ 4.4 മില്യൺ ആൾക്കാരോളുണ്ട്. അപ്പോൾ അവരെല്ലാവരും അവർക്ക് വേണ്ട ആൾക്കാരെ ആക്കണം എന്ന് പറയുമ്പം പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ തന്നെ വീണ്ടും ഓരോ ആഴ്ചകളിൽ പോളിട്ടിട്ട് ഒരുപാട് ആഴ്ചകളിലേക്ക് പോകും. സോ വീണ്ടും പ്രൊലോങ് ആയി പോകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ റാൻഡമായിട്ട് ഒരു 10 പേരെ ചൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ നമുക്കറിയില്ല ആരാണ് COC. ഇപ്പോൾ റീസ്ട്രക്ചറിങ് എങ്ങനെ വരുന്നു എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഈ COCത്തെ മെമ്പേഴ്സാണ്. പക്ഷേ ഈ COCത്തെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞ ആൾക്കാരെ അവർ അംഗീകരിക്കില്ല. അവർ നോക്കാം, മാക്സിമം ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെയാണ് നിശ്ചൽ ക്ലാരിറ്റി കൊടുത്തത്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ COC മെമ്പേഴ്സ് വിൽ റെപ്രസെന്റ് ഓൾ ക്രെഡിറ്റേഴ്സ്. നമ്മളെപ്പോൾ മീൻസ് നമുക്ക് പൈസ തരാൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന, നമ്മുടെ നഷ്ടപ്പെട്ട പണം, മീൻസ് പണം നഷ്ടപ്പെട്ട ആൾക്കാരിൽ ആരൊക്കെയാണോ വെസിറെക്സ് കൊടുക്കാനുള്ളത് അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്. അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, ക്രെഡിറ്റേഴ്സിന്റെ എല്ലാ ഇൻപുട്സ് കൊടുക്കും, പ്രോഗ്രസ് എന്താണെന്നുള്ള റീസ്ട്രക്ചറിങ്ങിനെ കുറിച്ച് എല്ലാ പ്ലാനിങ്ങും ചെയ്യുന്ന അതായിരിക്കും അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ കമ്മ്യൂണിറ്റിയിലേക്കുള്ള അപ്ഡേറ്റ്സ് എല്ലാം വരുന്നത് ഇവർ ഞാൻ COC മെമ്പർ ആണെന്ന് പറയല്ല, അവരുടെ കൂടി തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മളിലേക്കൊക്കെ വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. സോ ഇങ്ങനത്തെ ഒരു കേസ് ആണ് ഈ COCയുടെ ഇപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്താണ്. മൊറട്ടോറിയം 4 മാസം കൊടുത്തു. 4 മാസത്തേക്ക് വലിയ പ്രത്യേകിച്ച് പണിയുണ്ടോ വെച്ചാൽ ഓഫ്കോഴ്സ് ഇതിൻ്റെ പിന്നിലാണ്, എന്നാലും അവർക്ക് ഒരു ചെറിയ റിലീഫ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇപ്പം 2-3 ക്വസ്റ്റ്യൻസ് കൺസേൺ ആയിട്ടുണ്ടായിരുന്നു. ഒന്നാന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ. ഇപ്പോൾ അവർ പറയണത് കുറച്ച് നഷ്ടപ്പെട്ടു, ബാക്കിയുള്ള ഫണ്ടിന് ഇത്ര ശതമാനമായിരിക്കും റീസ്ട്രക്ചറിങ് പ്രോസസ്സിൽ കൊടുക്കുക. അപ്പം 52K മീൻസ് ഒരു 52% ഫണ്ടാണ് ഇപ്പോൾ അവരുടെ റിമൈനിങ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ 52%ൻ്റെ എത്ര ശതമാനമായിട്ടായിരിക്കും ഓരോ ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കുക. അപ്പം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 52% ഇപ്പം നമുക്ക് 52% പറയുമ്പോൾ 1000 രൂപയാണെന്ന് വിചാരിക്കാം. ഇത് കൊടുക്കാൻ ഇനി 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ 1000 രൂപ ചിലപ്പം 10,000 ആയിട്ടുണ്ടാവും. അപ്പോഴും ഈ ഒരു 1000 രൂപയുടെ പെർസെൻറ്റേജ് ആണോ ആൾക്കാർക്ക് കൊടുക്കുക. അപ്പം ഇപ്പോൾ 1000 രൂപയ്ക്ക് അവിടെ ക്രെഡിറ്റ്, അവരുടെ അസറ്റ് ഇപ്പോൾ 1000 രൂപയ്ക്കേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% അല്ലെങ്കിൽ നിങ്ങൾക്ക് 10% നിങ്ങളുടെ ഫണ്ട്, ഈ 1000ൻ്റെ 10% നിങ്ങളുടെ ഫണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിലുള്ള എമൗണ്ട് ഇപ്പോൾ കിട്ടും. പക്ഷേ ഇത് തരുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു 4 മാസം, 5 മാസം, 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇത് തരുന്നുണ്ടാവുക.
ആ സമയത്ത് ചിലപ്പോൾ 1000 10,000 ആയിട്ടുണ്ടാവും. അപ്പോൾ ആൾക്കാരുടെ ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 1000 ഉള്ള സാധനം 10,000 ആയി, അപ്പം 10,000-ന്റെ ഈ 10% എനിക്ക് കിട്ടുക. കാരണം ഈ ഫണ്ട് കയറുന്നതിനനുസരിച്ച് ഫണ്ട് കിട്ടുമോ എന്ന് ചോദിച്ചു. മീൻസ് അതിന്റെ പ്രോഗ്രസ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ആണോ കിട്ടുക ചോദിച്ചു. ആദ്യം പറഞ്ഞിരുന്നു അങ്ങനെയല്ല എന്നുള്ള കുറേ നെഗറ്റീവ്സ് ആയിട്ട് കുറച്ച് ഫണ്ടൊക്കെ വന്നിരുന്നു. പക്ഷെ ഇന്നത്തേൽ പറഞ്ഞു ഇത് എത്രത്തോളം കയറിയാലും ഈ ഫണ്ട് എത്ര കയറിയാലും എക്സ്പെൻസ് എല്ലാം കഴിച്ചിട്ട് മൊത്തത്തിൽ എത്ര ഫണ്ട് ഉണ്ടോ അതായിരിക്കും ഷെയർ ചെയ്യുക. റീസ്ട്രക്ചറിങ്ങിൽ അത് പറയും, ഞങ്ങൾ ഇത്ര ബാലൻസ് ഉണ്ട്, ഞങ്ങൾ ഇങ്ങനെയാണ് റീസ്ട്രക്ചർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ട് റീസ്ട്രക്ചർ ചെയ്യാനുള്ള ഡേറ്റും കൊടുക്കും. സോ ആ സമയത്ത് ഇപ്പം പറഞ്ഞ ഫണ്ടിന്റെ എത്ര ശതമാനം കയറുമോ അല്ലെങ്കിൽ എത്ര ശതമാനം ഇറങ്ങുമോ ചെയ്തിട്ട് ആ സമയത്താണോ കൊടുക്കുക എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. മേ ബി അത് അവർ തീരുമാനിക്കും, അത് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിന്റെ എത്ര ശതമാനം, അപ്പോൾ നമുക്ക് ഇത് കയറുകയാണെങ്കിൽ ബുൾ മാർക്കറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശതമാനം ആ ബുൾ മാർക്കറ്റിന്റെ പ്രൈസിനനുസരിച്ചുള്ളതായിരിക്കും ഒരു ന്യൂസ് വന്നിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ട് വെച്ചാൽ വിഡ്രോവൽസ്, ഇപ്പം നമുക്ക് ക്രിപ്റ്റോ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നോട്ടെ, ഇപ്പോൾ നമ്മൾ ഒരു റീസ്ട്രക്ചർ ചെയ്ത് ഇത്ര ശതമാനം ഫണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു, ആ സമയത്ത് എനിക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുമോ? കാരണം സ്വാഭാവികമായിട്ടും ഇത് വെസ്റ്ററെക്സ് എക്സ്ചേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് സെല്ല് ചെയ്യുമ്പോൾ ആ എക്സ്ചേഞ്ചിനകത്ത് മാത്രം ചിലപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റിൻ്റെ പ്രൈസ് കുറയാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ ചോദിച്ചത് ഇതെനിക്ക് വേറെ എക്സ്ചേഞ്ചിലേക്ക് വീഡിയോ, കാരണം ഇപ്പം നമുക്ക് മുൻപും പരിചയം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഇന്ത്യൻ എക്സ്ചേഞ്ചസിൽ മാത്രം ചിലപ്പം ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ നല്ല പ്രൈസ് ഉണ്ട്. ഇപ്പോൾ USDT തന്നെ ഇപ്പം നമ്മുടെ ഈ ഹാക്ക് നടന്നതിന് ശേഷം 73-74 രൂപയ്ക്കൊക്കെ വന്നിരുന്നു. മറ്റേ ബൈനാൻസ് പോലുള്ള എക്സ്ചേഞ്ചിനകത്ത് 84-85 റേഞ്ചിലൊക്കെ ആയിരുന്നു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഈ ഒരു ഫണ്ട് എല്ലാവർക്കും കിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ സെൽ ഓഫ് ചെയ്യുകയാണെങ്കിൽ എക്സ്ചേഞ്ചിനകത്ത് വൻ സെൽ ഓഫ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ വിഡ്രോവലിന് ഓപ്ഷൻ കൊടുക്കുമോ എന്ന് ചോദിച്ചു. വിഡ്രോവലിന് ഓപ്ഷൻ കൊടുക്കുമോ വെച്ചാൽ ഇവർ പറഞ്ഞു വിഡ്രോവൽ ഞങ്ങൾക്ക് അതിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം നമുക്കറിയാം ഗവൺമെന്റിന് കുറേ റെഗുലേഷൻസ് ഉണ്ട്, കംപ്ലയൻസ് പാർട്ട്. അവർ മുമ്പും ഇന്ത്യൻ എക്സ്ചേഞ്ചസ് അങ്ങനെ വിഡ്രോവൽ കൊടുത്തിരുന്നില്ല. സോ അതിന്റെ പാർട്ട് നോക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ മാക്സിമം ആരൊക്കെ എലിജിബിൾ ആണ്, ആരൊക്കെ ആക്ടിവിറ്റീസ് മുൻപ് ഏതെങ്കിലും AML അല്ലെങ്കിൽ വലിയ രീതിയിൽ സോഴ്സ് ഇല്ലാത്ത ഫണ്ട് വിഡ്രോ ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി നോക്കുന്ന ബാൻ ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവില്ല. അല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞേക്കാം. അത് കംപ്ലൈൻസിനകത്ത് നോക്കിയതിന് ശേഷം പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഇപ്പം പറഞ്ഞേക്കുന്നത്. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും ഇതുമാണ് വാസിറെക്സിന്റെ മൊത്തത്തിലുള്ള അപ്ഡേറ്റ്സ് നമുക്ക് ഇതുവരെ കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് COC കുറിച്ച് നോക്കാം. നിങ്ങളുടെ ഫണ്ട് എപ്പോൾ കിട്ടും എന്നുള്ളതിന് ചോദ്യം കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇത് തന്നെയാണ് പറയുന്നത്. പിന്നെ വേറെ ചോദ്യം എന്ന് വെച്ചാൽ ഈ 18-ാം തീയതി ഹാക്ക് നടന്നതിന് ശേഷം 19-ാം തീയതി ഫണ്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ, മീൻസ് 18 19 20 ആകുമ്പോഴേക്കും ചിലപ്പോൾ ഡെപ്പോസിറ്റ് ആഡ് ചെയ്തിട്ട് ഫണ്ട് INR ആഡ് ചെയ്തിട്ട് അവർ ബൈയും സെല്ലും ചെയ്യാൻ നോക്കുന്നുണ്ടാവും. സോ അവരുടെ ഫണ്ട് അതുപോലെ ഫ്രീസ് ആയിട്ട്, അപ്പോൾ അവർ വേണം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എനേബിൾ ചെയ്തുകൊണ്ടല്ലേ എന്നുള്ള കൺസേൺ വന്നിരുന്നു. അപ്പോൾ അത് 2-3 ആഴ്ചയ്ക്കുള്ളിൽ അതിനൊരു തീരുമാനം പറയാം. അതായത് ഹാക്ക് നടന്നതിന് ശേഷം സ്നാപ്ഷോട്ട് എടുത്ത് 18-ാം തീയതിക്ക് ശേഷമാണ്, 18-ാം തീയതിയാണ്. അതിന് ശേഷം വന്ന ഫണ്ടിന്റെ ബാൻ മീൻസ് ഈ പറഞ്ഞ എന്താ പറയുക, അവർ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന സംഭവം അതിൻ്റെ ഒരു തീരുമാനം 2 ആഴ്ചയ്ക്കുള്ളിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ കൊണ്ടുവരാം എന്നും ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഫണ്ട് എപ്പോൾ കിട്ടും, നിങ്ങൾ മോറട്ടോറിയത്തിന് സപ്പോർട്ട് ചെയ്തില്ലേ എന്നുള്ളത് സെക്കൻഡറി ഫാക്റ്റാണ്. ഇവർ റീസ്ട്രക്ചറിങ് വരുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ മോറട്ടോറിയത്തിന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രം ഫണ്ട് കൊടുക്കണോ, അല്ലെങ്കിൽ മോറട്ടോറിയം സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർക്കും ഫണ്ട് കൊടുക്കണോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഈ COC മെമ്പേഴ്സ് ആയിരിക്കും. സോ അത് ഇപ്പോൾ ഫോം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഈ ഫോം ചെയ്തതിന് ശേഷം അവർ ഓരോ തീരുമാനങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഞാനും ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ലെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കാം. സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഇല്ല. കുറേ ആൾക്കാരുടെ ഡൗട്ട് ഞാൻ മോട്ടോറിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, സോ അതുകൊണ്ട് എൻ്റെ ഫണ്ട് എനിക്ക് കിട്ടുമോ, എനിക്കിപ്പം കിട്ടുമെന്നാണ്. അത് മോട്ടോറിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മോട്ടോറിയം അവർക്ക് കിട്ടി. 4 മാസം മോട്ടോറിയം അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫണ്ടിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ COC കമ്മിറ്റി തീരുമാനിച്ച് അവരെങ്ങനെയാണോ റീസ്ട്രക്ചറിങ് പ്ലാൻ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും. ആ സമയത്ത് മോട്ടോറിനെ സപ്പോർട്ട് ചെയ്തില്ലേ നോക്കുന്നത് കുറവായിരിക്കാനാണ് സാധ്യത. ഹൗവർ ബാക്കിയുള്ള ഡൗട്ട്സ് ക്രിപ്റ്റോ ഡെപ്പോസിറ്റിനെ കുറിച്ചും വിഡ്രോൾസിനെ കുറിച്ചും പറഞ്ഞു, INR കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.